കലക്ടറും സബ് കളക്ടറും എന്തുകൊണ്ട് ഇവിടത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നു. അതിൽ എന്തെങ്കിലും വ്യക്തത നമുക്കുണ്ടോ? എന്താണ് കളക്ടർ ഇങ്ങനെ വൈകാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അത്തരം വിശദാംശങ്ങൾ ഈ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇവർ പറയുന്നതനുസരിച്ച് ഇത് വനമേഖലയിൽ സംഭവിച്ചൊരു കാര്യമല്ല, ജനവാസ മേഖലയിലേക്ക് കടുവ വന്ന് ഈ സ്ത്രീയെ ആക്രമിച്ച്, രാധയെ ആക്രമിച്ച് ഏതാണ്ട് 200 മീറ്ററോളം അകത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയതാണ്. ഈ മൃതദേഹം കണ്ടെത്തുമ്പോൾ അതിന് തലയില്ല, ഉടലും തലയും വേർപെട്ട നിലയിലാണ്. മാത്രമല്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇല്ല. ആ രീതിയിലാണ് ഈ മൃതദേഹം അവിടുന്ന് കണ്ടെത്തുന്നതൊക്കെ നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വലിയ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടും സംഭവം നടന്നിട്ടും കലക്ടർ എത്തുന്നില്ല എന്നൊരു കാര്യം അവർ എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ. തീർച്ചയായും പ്രജിൻ, എന്തായാലും ഈ വനം വകുപ്പുകാരെ സംബന്ധിച്ച് പറയുന്നത് അവരോട് ഈ നേരത്തെ ഈ കാട്ടുപന്നി, കാട്ടാന ഉൾപ്പെടെയുള്ള പുലി ഉൾപ്പെടെയുള്ള ശല്യമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ വനം വകുപ്പിന്റെ മുമ്പാകെ പരാതിയുമായി പോയതാണ്. പക്ഷേ ആ പരാതിക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫെൻസിംഗ് അടക്കം, വനാതിർത്തിയിൽ ഫെൻസിംഗ് അടക്കം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപണമായി തന്നെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികളില്ലാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. അതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം കടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇതിനകത്ത് മന്ത്രി ഒ ആർ കേളുണ്ട്, അപ്പം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ ചർച്ച നടത്തുന്നു. ഈ ഇപ്പുറത്ത് അതിന് ഇടയിൽ പോലീസുണ്ട്, ഇപ്പുറത്ത് നാട്ടുകാരുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇവിടെ എന്താണ് ഇവിടുത്തെ ഒരു ഇവിടുത്തെ പൊതു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു നരഭോജി കടുവയാണ് രാവിലെ കാപ്പി പറിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഈ നാട്ടിൽ തന്നെയുള്ള സ്ത്രീയാണ് കടുവ പിടിച്ചിരിക്കുന്നത്. ഈ കടുവയെ, ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം. പിന്നെ മറ്റൊരു അഭിപ്രായം പറയാനുള്ളത്, വയനാട്ടിലേക്ക് കയറുമ്പോൾ വയനാട് ജില്ലയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ചുരത്തിൻ്റെ അവിടെ. ആ ബോർഡ് മാറ്റിയിട്ട് വന്യജീവി സങ്കേതത്തിലേക്ക് എന്ന ഒരു ബോർഡ് മാറ്റി വെക്കാൻ സർക്കാരിന് അപേക്ഷയാണ്. കാരണം ആനയും കടുവയും ഇറങ്ങി മനുഷ്യനെയും എല്ലാത്തിനെയും കൊന്നു തിന്നുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തിന് ഇവർ ആദ്യം 5 ലക്ഷം കൊടുക്കാമെന്ന് പറയും, അതിനുശേഷം ചർച്ചകൾ നടത്തി അത് 10 ലക്ഷം കൊടുക്കാമെന്ന് പറയും, അതിനുശേഷം പിന്നെയും ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പം ആ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കാമെന്ന് പറയും. ഇതൊക്കെ ആ കുടുംബത്തിന് ആശ്വാസം തന്നെയാണ്. പക്ഷേ ഈ നരഭോജി കടുവയെ ഇതിനെ വെടിവെച്ച് കൊന്നിട്ട് ഇവിടുത്തെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അഭിപ്രായം. എന്തായാലും ആ ഡിമാൻഡിലേക്ക് ഇവർ ഉന്നയിക്കുന്ന, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആ ഡിമാൻഡിലേക്ക് സർക്കാർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ഉത്തരവ് ഉടൻ തന്നെ ഇറങ്ങും, ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ തുടരുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില നടപടികളിലേക്ക് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യം, നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യത്തിലേക്ക് വനംവകുപ്പും എത്തുന്നു എന്നുള്ളതാണ്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭയം, ആശങ്ക അതെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വിശദീകരണം എന്തായാലും ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് പ്രതികരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. സുജിത്ത്, ഇപ്പോൾ ഒരു പ്രതികരണം, ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അകത്ത് ചർച്ച നടന്ന ശേഷം ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മന്ത്രി അടക്കമുള്ളവർ അവിടെ ഉണ്ട്. അവർ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ സമയത്ത് ആ പ്രതികരണം നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്തായാലും നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത്. നരഭോജി കടുവ, പഞ്ചാരക്കുള്ളിൽ ഇറങ്ങിയ കടുവ ഒരു സ്ത്രീയെ കൊന്നു ഭക്ഷിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനവാസ മേഖലയിൽ തോട്ടത്തിൽ ജോലിക്കായി പോവുകയായിരുന്ന സ്ത്രീയെയാണ് കടുവ പിടിച്ചത്. പിന്നീട് കടുവ പിടിച്ചേതാണ്ട് 200 മീറ്ററോളം അകത്തേക്ക്, വനത്തിനകത്തേക്ക് കൊണ്ടുപോയി, വലിച്ചൊഴിച്ച് കൊണ്ടുപോയി. ഈ തോട്ടത്തിനകത്തുനിന്ന് മാറി ഉള്ള ഒരു 200 മീറ്റർ അകലെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ ആ സമയത്ത് ഉടലും തലയും വേർപെട്ട നിലയിലാണ്. തല കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഈ മൃതദേഹം കണ്ടെടുത്ത ആൾക്കാരിലെ ഒരു നാട്ടുകാരൻ പറയുകയും ചെയ്തു. ശരീരം മാത്രമാണ് കിട്ടിയത്, പക്ഷേ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടായിട്ടില്ല. അത് കടുവ ഭക്ഷിച്ചതാണെന്ന് സംശയിക്കുന്നുണ്ട് എന്നടക്കമുള്ള നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തും കലക്ടർ എത്തുന്നില്ല, ജില്ലാ കളക്ടർ എത്തിയിട്ടില്ല എന്ന ഒരു പരാതിയും ആക്ഷേപമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ നരഭോജി കടുവയെ വെടിവെച്ച് പിടിക്കാനുള്ള ഉത്തരവ് ഇതിനോടകം ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാവുന്നുമുണ്ട്. അതിനുശേഷം നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. ഇതിന് കൃത്യമായ ചില പ്രൊസീജിയറുകളുണ്ട്. കേന്ദ്ര നിയമങ്ങളുടെ അനുസൃതമായിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മുടെ നിലവിലെ നിയമാവലിയിൽ പറയുന്നത്. അതിനായി നാട്ടുകാർ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടി വ്യംഗ്യമായി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറല്ല. എത്രയും പെട്ടെന്ന് അടുത്ത മണിക്കൂറെങ്കിൽ അടുത്ത മിനിറ്റിൽ ഈ കടുവയെ വെടിവെച്ച് പിടികൂടുക, കൊല്ലുക എന്നതാണ് ഈ രീതിയിലുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇപ്പോഴവിടെ ചില പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതിലേക്ക്
പ്രജിൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ഇറങ്ങി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വെടിവെച്ച് കൊല്ലുമെന്നുള്ള നടപടിയിലേക്ക് തന്നെ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ നീക്കമാണ് ഉണ്ടാവുക. അതിനകത്ത് അത്തരത്തിൽ തീരുമാനത്തിലേക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എത്തിക്കഴിഞ്ഞു. ഓർഡർ അല്പസമയത്തിനകം തന്നെ ഇറങ്ങും. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ഇവിടെ ആ കാര്യം പ്രഖ്യാപിക്കും. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. ആ പ്രതിഷേധത്തിനിടയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. അതായത് ഈ രാധയെ കൊലപ്പെടുത്തിയ ആ കടുവയെ വെടിവെച്ച് കൊല്ലും എന്നുള്ള നടപടി എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ അറിയിച്ചതാണ്. ഈ SOP അനുസരിച്ച് ആ നടപടിക്രമങ്ങൾ പാലിക്കും. ആ നടപടിക്രമങ്ങൾ പാലിച്ച ശേഷം ഇതിനെ വെടിവെച്ച് കൊല്ലും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഈ സംഭവം നടന്ന പ്രദേശത്ത് വനത്തോട് ചേർന്ന ഈ പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും ആവശ്യമായ RRTയെ നിയോഗിക്കുകയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദഗ്ധരായ ഷൂട്ടർമാരെ, അതായത് വെടിവെക്കുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കും. മാത്രമല്ല കൂടുതൽ വെറ്റിനറി ഡോക്ടർമാരെ ഇവിടേക്ക് എത്തിക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ടുള്ള KS ദീപയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ കർണാടകയിൽ നിന്ന് ബന്ദിപ്പൂർ മേഖലയിൽ നിന്ന് കടുവ, കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ ഈ വയനാട് മേഖലയിലേക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അത് കേന്ദ്ര നിയമപ്രകാരമുള്ളതാണ്, കേന്ദ്ര നിയമാനുസൃതമായിട്ടുള്ള കാര്യമാണ്. ആ പ്രൊസീജിയർ അനുസരിച്ചാണെങ്കിൽ ആദ്യം കടുവയെ അല്ലാതെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ നാട്ടുകാർ ഇനി തയ്യാറാവുമോ? കാരണം അത്രമാത്രം രോഷം പൂണ്ടു നിൽക്കുകയാണ് നാട്ടുകാർ. ആ രീതിയിൽ വളരെ വൈകാരികമായാണ് ഈ സംഭവത്തെ അവർ കാണുന്നതും. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത മൊമെന്റിൽ തന്നെ ഇതിനെ കൊല്ലുക എന്നതല്ലാതെ മറ്റൊന്നും നാട്ടുകാർക്ക് ആർക്കും പറയാനുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ SOP ഒക്കെ വിവരിക്കുമ്പോഴത്തേക്കും നാട്ടുകാർ അതിന് നിൽക്കുമോ, ഈ പ്രതിഷേധം തുടരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല. എങ്ങനെയായിരിക്കും നാട്ടുകാർ പ്രതികരിക്കുക എന്നുള്ളത്. എന്തായാലും ഈ നടപടിക്രമങ്ങളിലേക്ക് വനം വകുപ്പ് കടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ്. പക്ഷേ അത് ഇവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിഷേധത്തിന് ഒരു അയവ് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വെടിവെച്ച് കൊല്ലണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, മാത്രമല്ല ഈ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്ന അത്തരം നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്ന ആവശ്യം. കാരണം ഇനി ഭീതിയാണ്. ഒരാളെ കൊന്നിരിക്കുന്നു കടുവ. ഈ നേരത്തെ വാഗേരിയിൽ പ്രജീഷ് കൊല്ലപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ വാഗേരിയിൽ പുല്ലരിയാൻ പോയ പ്രജീഷ് സ്വന്തം വീടിനോട് ചേർന്നുള്ള ഒരു കൃഷിയിടത്തിലാണ് അദ്ദേഹം പുല്ലരിഞ്ഞിരുന്നത്. അവിടെ പിറകിൽ വന്ന് കടുവ ആക്രമിച്ച് കൊല്ലുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ സ്ഥിതി തന്നെ ഈ പ്രജീഷിന്റെ മരണമുണ്ടായി 1 വർഷം തികയുമ്പോൾ വീണ്ടും സമാനമായ ഒരു മരണം ഇവിടെ ആവർത്തിക്കുന്നു. അത് മാനന്തവാടിയിലാണ്. മാനന്തവാടി കണിയാരത്താണ്. കണിയാരത്ത് ഇങ്ങനെ ഒരു മരണം, ദാരുണമായ ഒരു മരണം ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് ആശങ്ക ഏറുന്ന പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു കാരണവും അത് തന്നെയാണ്. ഇത് ആളുകളുടെ വൈകാരികതയാണ്. കാരണം ആനയായും പുലിയായും പന്നിയായും എല്ലാം തന്നെ ഇവിടുത്തെ മനുഷ്യജീവിതത്തിന് സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയുണ്ട്. എന്തായാലും ആ നടപടി, ആ തീരുമാനത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ